ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്സ് ആണ്. സോ ആ സ്റ്റെപ്സ് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. 1 2 3 4 5 6 7 8. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുക ആൻഡ് മൂവ് ഫോർവേഡ്. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുക ആൻഡ് മൂവ് ഫോർവേഡ്. സെയിം ടൈം റൈറ്റ് ലെഗ് ബാക്കിലേക്കൊന്ന് സ്ലൈഡ് ചെയ്യുക. സി, അപ്പോൾ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ട് ആൻഡ് സെയിം ടൈം റൈറ്റ് ലെഗ് ബാക്ക് സ്ലൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ് 1. കുറച്ച് ക്ലോസ് ആയിട്ട് നോക്കാം. ലെഫ്റ്റ് ലെഗ് ഫ്രണ്ട്, റൈറ്റ് ലെഗ് ബാക്ക് സ്ലൈഡ് ചെയ്യുക. ഇത് ഒരുമിച്ച് ചെയ്യുക. സോ ഇതാണ് സ്റ്റെപ്പ് 1. സോ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റെപ്പ് ഒന്നുകൂടി നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 1. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റെപ്പ് 2. സോ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഈ സ്റ്റെപ്പ് ഒരു തവണ കൂടി നോക്കാം. ഇതാണ് സ്റ്റെപ്പ് 1. ഓക്കെ, ആൻഡ് ഇതാണ് സ്റ്റെപ്പ് 2. ഓക്കെ, 1 ആൻഡ് 2. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ലെഫ്റ്റ് ലെഗ് കിക്ക് ഫ്രണ്ട് ആൻഡ് റൈറ്റ് ലെഗ് ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യുക. ഇത് ഒരുമിച്ച് ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് 2 റൈറ്റ് ലെഗ് അപ്പ് ചെയ്യുക. ഓക്കെ, സോ 1 2 ദെൻ ബോഡി ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക ആൻഡ് റൈറ്റ് ലെഗ് മൂവ് ഫോർവേഡ്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് ലെഗിൽ നിന്നായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ലെഗിൽ നിന്നാണ്, അതായത് റൈറ്റ് ലെഗ് മൂവ് ഫോർവേഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റെപ്പ് 1ൽ റൈറ്റ് ലെഗ് സ്ലൈഡ് ചെയ്തപോലെ തന്നെ ചെയ്യുക. സോ ഫ്രണ്ട്സ്, സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4. ഓക്കെ, 1 2 3 4. സോ ഈ സ്റ്റെപ്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 1 2 3 4 അഗെയിൻ 1 2 3 4. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച ഈ ഒരു 4 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 1 2 3 4 5 6 7 8. ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. റെഡി, 1 2 3 4 1 2 3 4 5 6 7 8. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡും കൂടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച സ്റ്റെപ്സ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് റൈറ്റ് ലെഗിൽ നിന്നായിരുന്നു. റൈറ്റ് ലെഗ് കിക്ക് ഫ്രണ്ട്, ദെൻ നമ്മൾ ടേൺ ചെയ്തു, ദെൻ ലെഫ്റ്റ് ലെഗ് കിക്ക് ഫ്രണ്ട്, പിന്നെ നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ലെഗ് കിക്ക് ഫ്രണ്ട് ആൻഡ് റൈറ്റ് ലെഗ് സ്ലൈഡ് ചെയ്യുക ബാക്കിലേക്ക്. ദെൻ റൈറ്റ് ലെഗ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. ആ സെയിം ടൈം തന്നെ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ സ്റ്റെപ്പ് കുറച്ച് ക്ലോസ് ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൈറ്റ് ലെഗ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. സെയിം ടൈം ലെഫ്റ്റ് ലെഗ് കുറച്ച് ഗ്രൗണ്ടിൽ നിന്ന് അപ്പ് ചെയ്യുക. 1 2 3 4. ഓക്കെ, ദെൻ ടേൺ, ദെൻ റൈറ്റ് ലെഗ് മൂവ് ചെയ്യുക. 5 6 7 8. ഈ സ്റ്റെപ്സ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. ദെൻ 1 2 3 4 5 6 7 8. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് മൂവ്മെൻറ്റിലേക്ക് കടക്കാം. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. 1 2 3 4 5 6. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹാൻഡ് മൂവ്മെൻറ്റ് പഠിക്കാം. ഇത് ലെഫ്റ്റ് ഹാൻഡ്, ഇത് റൈറ്റ് ഹാൻഡ്. 1 2 3. ഓക്കെ, ദെൻ 4 5 6. സോ ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് അപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. ഒന്നുകൂടി നോക്കാം. 1 2 3 4 5 6. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ലെഗ് മൂവ്മെൻറ്റ് പഠിക്കാം.
1 2 3. അതായത് ലെഫ്റ്റ് ലെഗ് കിക്ക് ചെയ്യുന്നു, റൈറ്റ് ലെഗ് ബാക്കിലേക്ക് വെക്കുന്നു. നമുക്കിതൊന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. ഓക്കെ, 1 2 3. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ 3 ചെയ്യുമ്പം നമ്മുടെ ലെഗ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും, നമ്മുടെ ലെഗ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. സോ നമ്മൾ ലെഫ്റ്റ് ലെഗ് കിക്ക് ചെയ്തു, ദെൻ റൈറ്റ് ലെഗ് ബാക്കിലേക്ക് മൂവ് ചെയ്തു, ആ സെയിം ടൈമിൽ ലെഗ്സ് ഒന്ന് ബെൻഡ് ചെയ്തു. സോ ഇറ്റ്സ് ലൈക്ക് 1 2 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്കിലിരിക്കുന്ന റൈറ്റ് ലെഗ് കിക്ക് ചെയ്യുക, പിന്നെ ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് മൂവ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് ലെഗിൽ നിന്നായിരുന്നു, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റൈറ്റ് ലെഗിൽ നിന്നാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. 1 2 3, 3ക്ക് ലെഗ് ബെൻഡ് ചെയ്യുക, 4 5 6, 6നും ലെഗ് ഒന്ന് ബെൻഡ് ചെയ്യുക. ആ ലെഗ്സ് ബെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലെഗ് മൂവ്മെൻറ്റും ഹാൻഡ് മൂവ്മെൻറ്റും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. 1 2 3 4 5 6, again 1 2 3 4 5 6. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് മൂവ്മെൻറ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഫസ്റ്റ് മൂവ്മെൻറ്റും സെക്കൻഡ് മൂവ്മെൻറ്റും ഒരുമിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 and 1 2 3 4 5 6 7 8. സോ ഫ്രണ്ട്സ്, നമുക്കിനി തേർഡ് മൂവ്മെൻറ്റിലേക്ക് കടക്കാം. തേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1 2 3 4. ഓക്കെ, നമുക്കിത് കുറച്ച് ക്ലോസ് ആയിട്ട് നോക്കാം. റൈറ്റ് ലെഗ് ക്രോസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പഠിച്ച പോലെ ലെഗ്സ് ഒന്ന് ബെൻഡ് ചെയ്യുക. ലെഗ്സ് ബെൻഡ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് ലെഗും ഒരുമിച്ച് സെയിം ടൈമിൽ വേണം ബെൻഡ് ചെയ്യാൻ. 1 2 3 4. സോ നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് റൈറ്റ് ലെഗ് ക്രോസ് ചെയ്യുക. റൈറ്റ് ലെഗ് ക്രോസ് ചെയ്യുമ്പം അത് സ്ട്രെയിറ്റ് ആണ്, ഡൗൺ ആകുമ്പോഴാണ് ലെഗ് ബെൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുക, എഗെയിൻ റൈറ്റ് ലെഗ്, എഗെയിൻ ലെഫ്റ്റ് ലെഗ്. സോ നമ്മൾക്ക് ഇനി ഹാൻഡും കൂടി യൂസ് ചെയ്തിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. റെഡി? 1 2 3 4. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 2 3 4. ഈ മൂവ്മെൻറ്റിൽ നമ്മൾ ഹാൻഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ നമുക്ക് ബോഡി ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇതിൻ്റെ ലെഗ് മൂവ്മെൻറ്റ്സ് കുറച്ചൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. ഇത് റൈറ്റ് ലെഗ്, ഇത് ലെഫ്റ്റ് ലെഗ്. നമ്മൾ റൈറ്റ് ലെഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ മൂവ്മെൻറ്റിന് നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. സോ നമുക്ക് നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. ലെഗ്സ് സ്ലൈഡ് ചെയ്യുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതിന് പ്രാക്ടീസ് കുറച്ച് കൂടുതൽ ആവശ്യമാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾക്ക് നെക്സ്റ്റ് മൂവ്മെൻറ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 1 and 2 3 and 4. സോ നമ്മൾ ഈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡിൽ നിന്നാണ്. സോ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. 1 2 3 and 4 5 6. സോ നമുക്ക് ഈ ഹാൻഡ് മൂവ്മെൻറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈ ഹാൻഡ് മൂവ്മെൻറ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഹാൻഡ് മൂവ്മെൻറ്റ് ഒന്നും കൂടി നോക്കാം. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. സോ ഞാൻ ഒന്നുകൂടി പറയുവാണ്, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ നിന്നാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൽ നിന്നാണ്. സോ നമുക്ക് ഈ ഹാൻഡ് മൂവ്മെൻറ്റ് കുറച്ച് ഫാസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ ഇനി നമുക്ക് ലെഗ് മൂവ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുക, സെക്കൻഡ് ടൈം ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6. സോ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അവസാനമായിട്ട് ഒന്നുകൂടി നോക്കാം. 1 2 3 4 5 6.
സോ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ച എല്ലാ മൂവ്മെൻറ്റ്സും നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇനി നമുക്ക് സെക്കൻഡ് മൂവ്മെൻറ്റ് നോക്കാം. 1 2 3 4 5 6. തേർഡ് മൂവ്മെൻറ്റ് 1 2 3 4. ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് നോക്കാം. 1 2 3 4. ആഫ്റ്റർ ദാറ്റ് 1 and 2 3 and 4. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.